നഗരത്തിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നായിരുന്നു ഹിൽസ് ഇന്റർനാഷണൽ സ്കൂൾ. പണക്കൊഴുപ്പിന്റെയും പ്രൗഢിയുടെയും തിളക്കം ആ സ്കൂളിന്റെ ഓരോ ചുവരിലും ക്ലാസ് മുറിയിലും ദൃശ്യമായിരുന്നു. എന്നാൽ ഈ ആർഭാടത്തിനിടയിൽ ഒരു അപശബ്ദം പോലെ 7ാം ക്ലാസ്സിലെ രാജു എന്ന കുട്ടിയെ എല്ലാവരും കണ്ടത് അവഗണിക്കപ്പെട്ട ഒരു ദരിദ്രനായിട്ടാണ്. രാജു മെലിഞ്ഞ പ്രകൃതക്കാരനായിരുന്നു. എപ്പോഴും പഴയതും നിറം മങ്ങിയതുമായ യൂണിഫോം ധരിച്ചാണ് അവൻ സ്കൂളിൽ എത്തിയിരുന്നത്. അവന്റെ സ്കൂൾ ബാഗ് പഴകി കീറി തുടങ്ങിയിരുന്നു. ക്ലാസ്മേറ്റുകളുടെ വില കൂടിയ പെൻസിൽ ബോക്സുകളും ഡിസൈനർ വാച്ചുകളും അവന്റെ മുന്നിൽ ഒരു മുള്ളു പോലെ നിന്നു. രാജു, നിനക്ക് പുതിയ യൂണിഫോം തയ്പ്പിക്കാൻ അച്ഛൻ പൈസ തന്നില്ലേ? ഇതു കണ്ടാൽ ഒരു ഭിക്ഷക്കാരനെ പോലെ തോന്നുമല്ലോ. ക്ലാസ്സിലെ ധനികനായ കുട്ടികളിൽ ഒരാൾ പരിഹസിച്ചു. രാജു മറുപടി പറയാതെ തലകുനിച്ചു. അവന്റെ നിശബ്ദതയെ എല്ലാവരും അവന്റെ ദാരിദ്ര്യത്തിന്റെ സമ്മതമായി കണക്കാക്കി. ഈ അവഗണന വിദ്യാർത്ഥികളിൽ മാത്രം ഒതുങ്ങിയില്ല. രാജു ഒരിക്കൽ പോലും ട്യൂഷന് പോയിരുന്നില്ല. അവന്റെ പുസ്തകങ്ങളിൽ പലതും പഴയതായിരുന്നു. ചിലതിന് പുറം ചട്ടകൾ പോലും ഉണ്ടായിരുന്നില്ല. അധ്യാപകരുടെ കാഴ്ചപ്പാടിലും രാജു ഒരു ഭാരമായിരുന്നു. ഒരു ദിവസം കണക്കു പരീക്ഷയുടെ പേപ്പറുകൾ വിതരണം ചെയ്യുമ്പോൾ ക്ലാസ് ടീച്ചറായ മിസ്സസ് ദേവിക രാജുവിനെ വിളിച്ചു. രാജു, നിനക്കെന്താണ് പറ്റിയത്? വീണ്ടും ഏറ്റവും കുറഞ്ഞ മാർക്ക്. ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞു കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ? നിനക്ക് ട്യൂഷന് പോകാൻ കഴിയില്ലെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്ക്. നിന്റെ വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ നിന്നെ ശ്രദ്ധിക്കാൻ സമയമില്ലെങ്കിൽ പണമുണ്ടെങ്കിൽ നല്ലൊരു ട്യൂഷൻ ടീച്ചറെ വെക്കൂ. അല്ലാതെ ക്ലാസ്സിലെ സമയവും എന്റെ ഊർജവും പാഴാക്കരുത്. ദേവി ടീച്ചർ ഇത് പറയുമ്പോൾ ക്ലാസ്സിലൊരു ചിരി അലയടിച്ചു. രാജുവിന് സഹിക്കാനായില്ല. കണ്ണു നിറഞ്ഞു. പക്ഷെ അവൻ കരഞ്ഞില്ല. അവൻ മനസ്സിൽ ഉറപ്പിച്ചു, ഇന്നെന്നെ കളിയാക്കിയവരും അവഗണിച്ചവരും നാളെ തലകുനിക്കും. അടുത്ത ആഴ്ച വാർഷിക സ്കൂൾ ഫീസ് അടക്കാനുള്ള അവസാന തീയതിയായിരുന്നു. പല വിദ്യാർത്ഥികളും നേരത്തെ ഫീസ് അടച്ചു. രാജു മാത്രം വൈകി. ഹെഡ്മാസ്റ്റർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഫീസ് അടക്കാത്തവരുടെ ലിസ്റ്റ് വായിച്ചു. രാജുവിന്റെ പേര് വന്നപ്പോൾ ഹെഡ്മാസ്റ്റർ രാധാകൃഷ്ണൻ നായർ സൗമ്യതയോടെ എങ്കിലും ഒരു പരിഹാസഭാവത്തോടെ പറഞ്ഞു, രാജുവിന്റെ അച്ഛൻ നഗരത്തിലെ ഒരു സാധാരണ തൊഴിലാളിയാണെന്ന് തോന്നുന്നു. ഈ ഫീസ് അദ്ദേഹത്തിന് താങ്ങാൻ കഴിയുന്ന ഒന്നല്ല. അതെനിക്കറിയാം. എങ്കിലും രാജു, നീ നാളെ ഫീസ് കൊണ്ടുവരണം. അല്ലെങ്കിൽ അടുത്ത ആഴ്ച ക്ലാസ്സിൽ വരേണ്ടതില്ല. മറ്റുള്ളവരുടെ അത്രയും നിലവാരം ഇല്ലാത്തവർക്ക് ഇവിടെ പ്രവേശനമില്ല. രാധാകൃഷ്ണൻ നായർ ഇത് പറയുമ്പോൾ മിസസ് ദേവി ഉൾപ്പെടെയുള്ള അധ്യാപകർ സഹതാപം അഭിനയിച്ച് ചിരിച്ചു. കുട്ടികൾ പരസ്പരം നോക്കി അടക്കം പറഞ്ഞു, അവനെ പുറത്താക്കും, പാവം, ആരുമില്ലാത്തവൻ. രാജുവിന്റെ ഹൃദയം നുറുങ്ങി. അവൻ അന്നത്തെ ദിവസം ക്ലാസ്സിലിരിക്കാതെ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടിപ്പോയി. രാജുവിന്റെ അച്ഛൻ ശ്രീ വിശ്വനാഥൻ എപ്പോഴും കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചാണ് അവനെ കാണാൻ വരാറുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു ബൈക്ക് പോലും ഉപയോഗിച്ചിരുന്നില്ല. എപ്പോഴും നടന്നു പോവുകയോ ബസ്സിൽ തൂങ്ങിപ്പോവുകയോ ചെയ്യും. സ്കൂൾ അധികൃതരും കുട്ടികളും രാജുവിന്റെ ദാരിദ്ര്യത്തിന്റെ തെളിവായി കണ്ടിരുന്നത് അതായിരുന്നു. എന്നാൽ ആ വൈകുന്നേരം രാജു കരഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ വിശ്വനാഥൻ മകനെ ചേർത്തു പിടിച്ച് എല്ലാം കേട്ടു. അദ്ദേഹത്തിന്റെ മുഖത്ത് സഹതാപം ആയിരുന്നില്ല, തീവ്രമായ ഒരു നിശ്ചയദാർഢ്യത്തിന്റെ ഭാവമായിരുന്നു. മോനെ, നാളെ നീ സ്കൂളിൽ പോവണം. ഞാൻ അവിടെ വരും. നിന്നെ അപമാനിച്ചവർക്ക് നീ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. അച്ഛന്റെ ഒരുക്കങ്ങളെക്കുറിച്ച് ആരോടും ഒന്നും പറയരുത്, കേട്ടോ? വിശ്വനാഥൻ ശാന്തനായി പറഞ്ഞു. അടുത്ത ദിവസം ഉച്ചയ്ക്ക് ശേഷമുള്ള ഇന്റർവെൽ സമയത്ത് ഹിൽസ് ഇന്റർനാഷണൽ അക്കാഡമിയുടെ ഗേറ്റ് തുറന്നു. കറുത്ത കണ്ണട വെച്ച ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ തലയിൽ കൈവച്ച് പുറത്തേക്ക് ഓടി. അകത്തേക്ക് വന്നത് ആ സ്കൂൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആഡംബരമുള്ള ഒരു കാറായിരുന്നു. കാറിനു പിന്നാലെയായി അത്യാധുനിക സ്യൂട്ടുകൾ ധരിച്ച് 4 സെക്യൂരിറ്റി ജീവനക്കാരുമായി 2 കറുത്ത റേഞ്ച് റോവറുകളും എത്തി. സ്കൂളിലെ എല്ലാവരും ഹെഡ്മാസ്റ്റർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ ആ കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ചു നിന്നു. കാറിന്റെ പിൻവാതിൽ തുറന്നു. അതിൽ നിന്ന് ഇറങ്ങി വന്നത് ഏറ്റവും പുതിയതും വില കൂടിയതുമായ ഇറ്റാലിയൻ സ്യൂട്ട് ധരിച്ച് നെഞ്ചിലൊരു വജ്രത്തിളക്കമുള്ള ബ്രൂച്ച് വെച്ച മിസ്റ്റർ വിശ്വനാഥനായിരുന്നു. രാജുവിന്റെ അച്ഛനെ തിരിച്ചറിഞ്ഞപ്പോൾ ദേവി ടീച്ചർ വിറച്ചുപോയി. ഹെഡ്മാസ്റ്ററിന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി.
ക്ലാസ്സിലെ കുട്ടികൾ വിശ്വസിക്കാനാവാതെ പരസ്പരം നോക്കി. ഇതാണോ അവർ ദരിദ്രൻ എന്ന് വിളിച്ച രാജുവിന്റെ അച്ഛൻ? വിശ്വനാഥൻ നേരെ പ്രിൻസിപ്പാളിന്റെ ഓഫീസിലേക്ക് നടന്നു. അദ്ദേഹത്തിന്റെ കൂടെ സെക്യൂരിറ്റിക്കാർ അകത്തേക്ക് കടന്നു. ഹെഡ്മാസ്റ്റർ ലളിത വിറക്കുന്ന കാലുകളോടെ എഴുന്നേറ്റു. വിനയത്തോടെ കൈകൂപ്പി. "സർ, അങ്ങ് ആരാണ്? എനിക്ക് മനസ്സിലായില്ല," വിശ്വനാഥൻ ഒരു ചിരിയോടെ പറഞ്ഞു. "ലളിത മിസ്, ഞാൻ രാജുവിന്റെ അച്ഛനാണ്." വിശ്വനാഥൻ ഈ നഗരത്തിലെ ഗ്രാൻഡ് മാർട്ടിന്റെ കൺസ്ട്രക്ഷൻസിന്റെ ഉടമ. ഏകദേശം 1500 കോടി രൂപയുടെ ആസ്തിയുള്ളവൻ. പ്രിൻസിപ്പാൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. മിസസ് ദേവികയും മറ്റ് അധ്യാപകരും വാതിൽക്കൽ നിന്ന് ഈ സംഭാഷണം കേട്ട് ഞെട്ടിത്തരിച്ചു പോയിരുന്നു. "നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കേണ്ട. എന്റെ മകനെ ഞാൻ ദാരിദ്ര്യം പഠിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ദാരിദ്ര്യം അഭിനയിച്ചതല്ല. ഞാൻ എന്റെ മകനെ ഒരു പാഠം പഠിപ്പിച്ചു. പണത്തിന് ആരെയും വിലയിടാൻ കഴിയില്ല എന്ന പാഠം. പക്ഷേ നിങ്ങൾ എന്റെ മകനെ പഠിപ്പിച്ചത് മറ്റൊന്നാണ്. പണമുണ്ടെങ്കിലേ നിനക്ക് വിലയുള്ളൂ എന്ന്." വിശ്വനാഥൻ തുടർന്നു. "എന്റെ മകനെ നിലവാരമില്ലാത്തവൻ എന്ന് പറഞ്ഞ് ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കാനല്ലേ നിങ്ങൾ ശ്രമിച്ചത്? ഞാൻ കേറിയ വേഷം ധരിച്ചു വന്നപ്പോൾ എന്നെ തൊഴിലാളിയായും നിങ്ങളൊരു സാധാരണക്കാരനുമായി കണ്ടില്ലേ? ശരി, ഇതാണെന്റെ പുതിയ വേഷം. ഒരു കാര്യം നിങ്ങൾ അറിയണം. ഈ നഗരത്തിലെ എന്റെ സ്ഥാപനങ്ങളിൽ എന്റെ ജീവനക്കാർക്ക് ഞാൻ നൽകുന്ന ശമ്പളത്തിന്റെ പകുതി പോലും നിങ്ങൾക്ക് ശമ്പളമില്ല." അധ്യാപകരും പ്രിൻസിപ്പാളും നാണക്കേട് കൊണ്ട് തലകുനിച്ചു നിന്നു. വിശ്വനാഥൻ രാജുവിന്റെ ക്ലാസ്സിലേക്ക് നടന്നു. എല്ലാ വിദ്യാർത്ഥികളും എഴുന്നേറ്റ് നിന്നു. തങ്ങൾ കളിയാക്കിയതിന്റെ പേരിൽ രാജുവിന്റെ അച്ഛൻ ദേഷ്യപ്പെടുമെന്ന് അവർ ഭയന്നു. വിശ്വനാഥൻ രാജുവിന്റെ തോളിൽ കൈവച്ചു. "മക്കളെ, ഞാൻ എന്റെ മകനോട് ഒരിക്കലും ദാരിദ്ര്യം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ അവൻ പഠിച്ചു. ദാരിദ്ര്യം ഒരു തെറ്റല്ല, പക്ഷെ അത് മറ്റുള്ളവർക്ക് നിങ്ങളെ കളിയാക്കാനുള്ള ഒരു ലൈസൻസ് ആണ്." വിശ്വനാഥൻ ഒരു പേഴ്സ് തുറന്നു. അതിൽ നിന്ന് ഒരു കോടീശ്വരന്റെ എക്സ്ക്ലൂസീവ് ക്രെഡിറ്റ് കാർഡ് പുറത്തെടുത്തു. "മിസ്റ്റർ പ്രിൻസിപ്പാൾ, ഈ കാർഡ് വെച്ച് എന്റെ മകന്റെ ഫീസ് അടച്ചിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. അവനെ കളിയാക്കിയതിന്റെ പേരിൽ മാത്രമല്ല ഞാൻ ഈ സ്കൂളിൽ നിന്ന് മകനെ മാറ്റുന്നത്. എന്റെ മകനെ അപമാനിച്ച ഈ സ്കൂളിൽ അവനെ ഇനി ഞാൻ പഠിപ്പിക്കില്ല. എന്റെ മകനെ അപമാനിച്ച ഈ സ്കൂളിൽ ഇനി എന്റെ കാല് ചവിട്ടാൻ ഭാഗ്യമുണ്ടാകില്ല." വിശ്വനാഥൻ രാജുവിന്റെ കയ്യിൽ പിടിച്ച് തിരിഞ്ഞു നടന്നു. സ്കൂളിലെ കളിയാക്കിയ കുട്ടികളും കളിയാക്കിയ അധ്യാപകരും അപമാനിച്ച ഹെഡ്മാസ്റ്ററും ഒരുപോലെ തലകുനിച്ചു നിന്നു. ആഡംബരക്കാർ ഗേറ്റ് കടന്നു പുറത്തേക്ക് പോയപ്പോൾ ഹിൽസ് ഇന്റർനാഷണൽ സ്കൂളിൽ തളം കെട്ടിയത് ഒരു വലിയ നിശബ്ദതയായിരുന്നു. അപമാനത്തിന്റെയും നാണക്കേടിന്റെയും തിരിച്ചറിവിന്റെയും നിശബ്ദത. രാജു ആ യാത്രയിൽ അച്ഛനെ കെട്ടിപ്പിടിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞത് ദുഃഖം കൊണ്ടായിരുന്നില്ല, അഭിമാനം കൊണ്ടായിരുന്നു.